ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങാൻ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഒരു ചുരിദാർ നൈറ്റി കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3 മീറ്റർ നൈറ്റി തുണി എടുത്തിട്ടുണ്ട്, 4 മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ നീളത്തിൽ മടക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ തുണി മടക്കിയിടുന്നത് അധികം വേസ്റ്റ് ആവാത്ത രീതിയിൽ മടക്കിയിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 4 മടക്കിയിട്ടിട്ടുണ്ട്. ഓപ്പൺ അല്ലാത്ത ഭാഗം എൻ്റേതായിട്ടുള്ള നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ ഭാഗത്തേക്ക് വരുന്നത് നമ്മുടെ ഭാഗത്തേക്കാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആദ്യം ലെങ്ത് അടയാളപ്പെടുത്താം. 51.5 ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അലവൻസ് അടക്കം കൂട്ടിയിട്ടാണ് 51.5 എടുത്തിരിക്കുന്നത്. അപ്പോൾ അളവെടുക്കണ ഒരു വീഡിയോ ഞാൻ അടുത്തത് ഇടുന്നതായിരിക്കും. ആദ്യം ഞാൻ ഇങ്ങനെ ചെയ്ത് പോവേണ്ട കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ 6.5 ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് 6.5 ഇഞ്ച് തന്നെ ഞാൻ എൻ്റെ അളവാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അളവായിരിക്കും, അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം ആ ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഞാൻ ആം ഹോൾ എടുത്തിട്ടുണ്ട്. ആം ഹോൾ ലെങ്ത്ത് 6.5 തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു എൽ ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ട് വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. 9 വേസ്റ്റ് റൗണ്ട്, 1.5 ഇഞ്ച് അലവൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പിൻ്റെ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് അബ്ഡോമിനൽ ലെങ്ത്ത് ആദ്യം അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അബ്ഡോമിനൽ ലെങ്ത്ത് ഒരു 18.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് നമ്മൾ 7.5 ഇഞ്ച് ഷേപ്പ് അടയാളപ്പെടുത്തിയിട്ട് 1.5 ഇഞ്ച് അലവൻസും കൊടുത്തിട്ടുണ്ട്. അബ്ഡോമിനൽ ഭാഗത്ത് നമ്മൾ 8.5 ഇഞ്ച് കൊടുത്തിട്ട് 1.5 ഇഞ്ച് അലവൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഷേപ്പാക്കി വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി അതിൽ നിന്ന് താഴേക്ക് നമ്മൾ എത്രയാണോ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് അതുവരെ വരച്ചു കൊടുക്കാം കേട്ടോ. ഈ താഴെ ഭാഗത്ത് ഞാൻ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് തൂക്കില്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടിഭാഗത്ത് ചിലപ്പോഴൊക്കെ തൂങ്ങി കിടക്കാറുണ്ട്. അങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കട്ട് ചെയ്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോള് റൗണ്ട് അടയാളപ്പെടുത്താം കേട്ടോ. ഫ്രണ്ട് ഭാഗത്ത് ആം ഹോൾ റൗണ്ട് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബാക്ക് ഭാഗത്ത് 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് നെക്ക് നീളം 5.5 കൊടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് നീളം 4 കൊടുത്തിട്ടുണ്ട്. വിഡ്ത്ത് 3 ആണ് കേട്ടോ രണ്ടിൻ്റെയും കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം, അതിനുശേഷം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം കാണുന്ന അളവുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ബാക്ക് പാർട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഫ്രണ്ട് പാർട്ട് കുഴിച്ച് വെട്ടണത് കറക്റ്റായിട്ട് തന്നെ നോക്കിയിട്ട് വെട്ടാം കേട്ടോ. അപ്പോൾ ദേ ഞാൻ ഫുള്ളായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ സ്ലിപ്പ് അടയാളപ്പെടുത്താം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് ചെരിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴുത്തിൻ്റെ ഭാഗവും ആം ഹോളിൻ്റെ ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ ബാക്ക് പാർട്ട് മാറ്റിയിട്ടുണ്ട്. ബാക്ക് പാർട്ട് ഓൾറെഡി നമ്മൾ വെട്ടി കഴിഞ്ഞതാണല്ലോ. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 2 ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പിൻ്റെ ഭാഗമൊക്കെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നോച്ചസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ഭാഗങ്ങളിലായിട്ട് ഞാൻ നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അബ്ഡോമിനൽ ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ സ്ലിറ്റ് ഓപ്പൺ ചെയ്യുന്ന ഭാഗം കേട്ടോ. അത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫുള്ള് കട്ടിങ് ബോഡി പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൈയുടെ ഭാഗം ചെയ്യാം കേട്ടോ. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ അല്ലാത്ത ഭാഗത്ത് നമ്മൾ നീളം അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നീളം ഞാൻ 7 ഇഞ്ചിന് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആം ഹോൾ ലെങ്ത്ത് എടുത്തിട്ടുണ്ടായില്ലേ 6 ഇഞ്ച്, അതിന് കൂട്ടിയിട്ട് 8.5 ഇഞ്ചാണ് ഞാൻ ഇവിടെ അടിയിൽ നിന്ന് ഒന്ന് എടുത്തു കൊടുക്കണം കേട്ടോ. 8.5 ഇഞ്ച് കറക്റ്റായിട്ട് 2.5 ഇഞ്ച് കൂട്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ താഴെ നിന്ന് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒന്ന് ഷേപ്പായിട്ട് ഒരു താഴേക്ക് വരച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ വീഡിയോനകത്ത് കറക്റ്റ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു S മോഡലിൽ വരച്ചു കൊടുക്കാം കേട്ടോ. കൈയുടെ മോഡലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കൈവണ്ണം അടയാളപ്പെടുത്തി കൊടുക്കാം. താഴെ ഞാനിവിടെ 5.25 എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂട്ടി കൊടുത്തിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി കൈയുടെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് കുഴിച്ച് വെട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇങ്ങനെ വെച്ചിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് ഭാഗം മാത്രം കുഴിച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് 2 തുണിയായിട്ട് ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്താണത്. അതുപോലെ തന്നെ ചെയ്യാം. ഇനി നോച്ചസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കഴുത്തിൻ്റെ ഭാഗത്ത്
തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി രണ്ടാക്കി മടക്കിയിട്ട് ബാക്ക് പാർട്ടിൻ്റെ അളവിൽ ആദ്യം ഇങ്ങനെ അടയാളപ്പെടുത്തുക. കുറച്ച് ഭാഗം മാത്രം അടിയിലേക്ക് വേണം കേട്ടോ. അതനുസരിച്ച് നമുക്ക് മടക്കി അടിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗം അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഷേപ്പാക്കി വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് കേട്ടോ. ചുരിദാർ നൈറ്റി തയ്ക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.